വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ടോപ്പിക്കിലെ MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂദർഫോർഡ്സ് എക്സ്പെരിമെൻറ്റ് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ദ ന്യൂക്ലിയർ മോഡൽ ഓഫ് ദി ആറ്റം യൂസ്ഡ് എ ബീം ഓഫ്. ഇപ്പോൾ റൂദർഫോർഡ്സ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത് അല്ലേ. ആൽഫ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതായത് ന്യൂക്ലിയ ഓഫ് ഹീലിയം ആറ്റമാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഹീലിയം ന്യൂക്ലിയൈ വിച്ച് ഇംപിങ്ഡ് ഓൺ എ മെറ്റൽ ഫോയിൽ ആൻഡ് ഗോട്ട് സ്കാറ്റർഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻസ് ദി ഓപ്ഷൻ എ സൈസ്, ഓപ്ഷൻ ബി സ്പിൻ, ഓപ്ഷൻ സി ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ ഡി ആംഗുലർ മൊമെൻറ്റം ഓഫ് ഓർബിറ്റൽ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പർ ആണ്. അത് മെയിനായിട്ട് ഓർബിറ്റലിൻ്റെ ആംഗുലർ മൊമെൻറ്റം അതുപോലെ തന്നെ ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇതൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്, ആംഗുലർ മൊമെൻറ്റം ഓഫ് ഓർബിറ്റൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഒബ്റ്റെയിൻഡ് ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ലൈറ്റ് കറസ്പോണ്ട്സ് ടു. ഓപ്ഷൻ എ ലൈമൺ സീരീസ്, ഓപ്ഷൻ ബി ബാമർ സീരീസ്, ഓപ്ഷൻ സി പാഷൻ സീരീസ്, ഓപ്ഷൻ ഡി ബ്രാക്കറ്റ് സീരീസ്. അപ്പോൾ വിസിബിൾ റീജിയൻ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയനിൽ വരുന്ന എല്ലാ വേവ് ലെങ്ത്തും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ബാമർ സീരീസിലാണ്. അപ്പം ഓക്സിജൻ്റെ ആ ഒരു പ്രസൻസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നതും ആൽഫ ആൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസിലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ബാമർ സീരീസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Bohr atomic model can explain. Option A, the spectrum of hydrogen atom only. Option B, the spectrum of an atom or ion containing one electron only. Option C, the spectrum of hydrogen molecule. Option D, the solar spectrum. അപ്പോൾ ബോർസ് അറ്റോമിക് തിയറി അല്ലെങ്കിൽ ബോർസ് അറ്റോമിക് മോഡൽ ഒരു ഇലക്ട്രോണിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ടു ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ബോർസ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അയോൺസിനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, സ്പെക്ട്രം ഓഫ് ആൻ ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് വൺ ഇലക്ട്രോൺ ഉള്ളിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജെ തോംസൺ. അദ്ദേഹം കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാറ്റത്തിലെ വെരി സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ചാർജ് വന്നിട്ട് നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി തോംസൺ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഓഫ്-ബോസ് പ്രിൻസിപ്പിൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽ ഷുഡ് ബി ഫിൽഡ് ഫസ്റ്റ്. അപ്പോൾ ഓഫ്-ബോസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ലോവസ്റ്റ് എനർജി ഉള്ള സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റലാണ് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്: 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s അങ്ങനെയാണ് അത് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് ഓപ്ഷൻ അനുസരിച്ചിട്ട് 2s ഓർബിറ്റിലായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐസോടോപ്പ്. Option A, isotopes of some elements are radioactive. Option B, isotopes are the atoms of different elements. Option C, isotopes differ in the number of neutrons. Option D, isotopes have similar chemical properties. Isotopes എന്ന് പറയുന്നത് ഐസോടോപ്സിന് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസിലെ പ്രോട്ടോൺസ് ആണ് എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറിനെ പീരിയോഡിക് ടേബിളിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ബി ആണ്. ഐസോടോപ്സ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ എക്സിസ്റ്റ് വിത്ത് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് വാല്യൂ ഓഫ് 4. നമ്പർ ഓഫ് ഓർബിറ്റൽസ് വിത്തിൻ ആൻ ഓർബിറ്റൽ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ്? n² ആണ്. ഓക്കെ, ഓരോ ഓർബിറ്റലിനും 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്ത് n ആസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n² ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 × 4² എത്രയാണ് വരുന്നത്? 32 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ. ഓപ്ഷൻ എ ജെ തോംസൺ, ഓപ്ഷൻ ബി റൂദർഫോർഡ്, ഓപ്ഷൻ സി ചാഡ്വിക്, ഓപ്ഷൻ ഡി പ്രീസ്ലി. ഇപ്പോൾ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആയ ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ചാഡ്വിക്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, in Bohr's hydrogen atom model, the ratio of kinetic energy to total energy of electron in a quantum state n is. അപ്പോൾ ബോർസ് മോഡലിൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: +1/2 E² /Rn.
അപ്പം ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് ഇതാണ് -e²/2r. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്താൽ, ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് ആൻസർ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ എനർജി ആ ഒരു റേഷ്യോ വരുന്നത് -1 ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് -1. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ടോപ്പിക്കിലെ MCQs. താങ്ക് യു.